അതിനിടയ്ക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം പങ്കുവെക്കാനുള്ളത് വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ സ്വന്തം വാർഡിൽ അവിടെ UDF വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ആർക്ക് വേണ്ടിയാണോ അദ്ദേഹം പുകഴ്പാട്ട് പാടിയത് അവരെ തോൽപ്പിക്കുകയും ചെയ്തു. സ്വന്തം വാർഡിൽ അവർക്ക് അദ്ദേഹത്തിന്റെ മകന്റെ പാർട്ടിയെ വിജയിപ്പിക്കാൻ പറ്റിയില്ല. അദ്ദേഹം ഇപ്പോൾ അവസാനം ഈ പുകഴ്പാട്ട് പാടിയിട്ടുള്ള മുന്നണിയെ വിജയിപ്പിക്കാൻ പറ്റിയില്ല. UDF ആണ് വിജയിച്ചത്. ഏതാണ് മാരാരിക്കുളം വടക്ക് വാർഡ് 5. വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ ചരിത്രം ആവർത്തിക്കുകയാണ്. അദ്ദേഹം ആരെയാണോ തോൽപ്പിക്കുമെന്ന് പറയുന്നത് അവര് വിജയിക്കുമെന്ന് പറയുന്ന ചരിത്രാതീത കാലം മുതലുള്ള സംഗതി ആവർത്തിക്കുകയാണ്. ഇപ്പൊ വെള്ളാപ്പള്ളി നടേശനെ കൈയിട്ട് നടന്നാൽ കാറിൽ കയറ്റിയാൽ ജയിക്കാമെന്ന് രാഷ്ട്രീയക്കാർ ഇപ്പോഴും വിചാരിക്കുന്നുവല്ലോ എന്ന് കൗതുകം മാത്രം. കാസ എഫക്ട് മധ്യ കേരളത്തിൽ എങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ളത് നോക്കുമ്പോൾ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ UDF അടിച്ചു കയറുകയാണ് ചെയ്തത്. ശരി, അത് നോക്കാം. ജോസ് കെ മാണിയുടെ മുഖത്ത് വായിക്കാം. കേരള കോൺഗ്രസുകളെക്കാൾ കൂടുതൽ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുള്ള BJP സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏതായാലും കാസ എന്ത് ഗുണമുണ്ടാക്കി എന്ന് ചോദിച്ചാൽ അത് ജോസ് കെ മാണിയുടെ മുഖത്തെ സങ്കടം പറഞ്ഞു തരും എന്ന് മാത്രം ഗുണമുണ്ടാക്കി എന്നുള്ളത്. ഒപ്പം വെള്ളാപ്പള്ളി നടേശൻ ജനങ്ങൾ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അവര് നിരന്തരമായി രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ആളുകൾ. ഞാൻ എം എം മണിയുടെ ഒരു പ്രതികരണം കേട്ട് ജസ്റ്റ് ഒന്ന് KT കുഞ്ഞുങ്ങളിലേക്ക് പോകണം. എം എം മണി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കുറിച്ച് പറഞ്ഞത് ജനങ്ങൾ ആനുകൂല്യങ്ങൾ നേടിയിട്ടും സർക്കാരിനെ സഹായിച്ചില്ല എന്ന മട്ടിലാണ്. എന്താണ് അദ്ദേഹം പറയുന്നത് കേൾക്കാം. ഭരണവിരുദ്ധ വികാരമൊന്നും പറയാറായില്ല. അതൊക്കെ പാർട്ടി നേതൃത്വം പരിശോധിച്ചിട്ട് പറഞ്ഞു. പിന്നല്ലാതെ നന്ദികേടല്ലെന്ന കാര്യം പോലുമാണ്. ക്ഷേമ പ്രവർത്തനം, റോഡ്, പാലം, വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചോണ്ട് നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം തുറന്നു പറയാണ്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ നോക്കുക, വികസനം കൊണ്ടുവന്നു, നല്ല ചാപ്പാട് വാങ്ങിയവർ നമുക്ക് പിന്നിൽ നിന്ന് വെച്ചു എന്നൊക്കെ പറയുന്നത്, അതായത് ഇതിലൊരു ഭരണവിരുദ്ധ വികാരം പോലും കാണാൻ കഴിയുന്നില്ല എം എം മണിയെ പോലെ പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവിന്. അല്ല, സർക്കാർ നടപ്പാക്കുന്ന ഈ വെൽഫെയർ സ്കീമുകളായാലും വികസന പദ്ധതികളായാലും അതൊക്കെ തന്നെ നിയോ ലിബറലിസത്തിനെതിരായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ നിലപാടാണ്. പൊളിറ്റിക്കൽ നിലപാടെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അവകാശം, ജനങ്ങൾക്ക് സർക്കാർ ഇതൊക്കെ ചെയ്തു കൊടുക്കുക, സർക്കാർ ഒരു പ്രൊവൈഡർ ആവണമെന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാട്. അല്ലാതെ അതെന്താണ് വോട്ടിന് വേണ്ടിയിട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സൗജന്യമല്ല. അങ്ങനെ ഒരു നിലപാട് CPM-നോ ഇടതുപക്ഷ പൊളിറ്റിക്സിൽ പ്രവർത്തിക്കുന്ന ആർക്കും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം മണിയാശാനോട് ഒരു സാന്ദർഭികമായ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അയാൾ ഉത്തരം പറഞ്ഞത് വികസനവും ക്ഷേമമൊക്കെ നടപ്പാക്കി, പക്ഷേ അതുകൊണ്ടെന്താണ് ജനങ്ങൾ വോട്ട് ചെയ്തില്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വാഭാവികം. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് ഒരു പ്രൊവൈഡർ ആവണം എന്നുള്ളതാണ്. ജനങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത ആവശ്യങ്ങൾ നിർവഹിക്കുന്ന ഒരു സംവിധാനമായി സ്റ്റേറ്റ് പറയണം, സ്റ്റേറ്റ് മാറണം. ഇടതുപക്ഷം എന്ന് പറയുന്നത് ഒരു മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ നിന്നുകൂടി ഈ ലോകത്ത് നോക്കിക്കാണുന്നതാണ്. ഞങ്ങൾ പറയുന്നത് എന്താണ്, എല്ലാ സ്റ്റേറ്റിൻ്റെ ഉടമസ്ഥയിലേക്ക് വരണമെന്ന് പറയുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഇതൊരു ആനുകൂല്യവും സൗജന്യമായിട്ടൊന്നും ഞങ്ങൾ ആരും കാണുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്കീമിനെതിരാണ്, ഈ വെൽഫെയർ സ്റ്റേറ്റിനെതിരാണ് UDF-ഉം BJP-യും. എന്ന് പറയുമ്പോൾ ആളുകൾക്ക് പെൻഷൻ കൊടുക്കുക, ഇൻഫ്രാസ്ട്രക്ചർ ഉറപ്പാക്കുക, ആളുകളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളത് മാത്രമല്ല, രാജ്യത്ത് സമാധാന ജീവിതം വളരെ പ്രധാനമാണ്. രാജ്യത്ത് ഛിദ്രത ഉണ്ടാക്കുന്ന ശക്തികളെ ചെറുക്കുക വളരെ പ്രധാനമാണ്. വിദ്വേഷ പ്രചാരകരെ പൂട്ടുക വളരെ പ്രധാനമാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും വിദ്വേഷം പ്രചരിപ്പിച്ചവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയാത്ത സർക്കാരിന് ജനങ്ങൾ പാഠം പഠിപ്പിച്ചു എന്ന് വായിച്ചുകൂടെ? അത്ര അതിരുകടന്ന് അല്ല, അജിംസ അങ്ങനെ വിലയിരുത്തല്ല. ഈ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ സ്പർദ്ധയോ കലാപങ്ങളോ അതിൻ്റെ പേരിൽ ക്രിമിനൽ സംഭവങ്ങളോ ഉണ്ടാകാത്ത ഏക സ്റ്റേറ്റാണ്. ഇത്രയധികം മൈത്രിയും മതനിരപേക്ഷതയും നിലനിൽക്കുന്നത് കേരളത്തിൽ എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം അജീംസിന് അറിയാത്ത കാര്യമല്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. കളമശ്ശേരിയിൽ സാധുക്കളായ യഹോവ സാക്ഷികളെ ബോംബ് വെച്ച് പൊട്ടിച്ച് കൊന്ന ആൾക്കെതിരെ UAPA ചാർത്താൻ പോലും അറച്ച ഒരു സർക്കാരാണ്. എന്നിട്ട് ഈ രാജ്യത്ത് ഭയങ്കര സമാധാനം എന്ന് പറയുന്നത് എന്താ കാര്യം? കളമശ്ശേരിയിലെ സംഭവം എന്താണ്, ഒരു സമുദായ സ്പർദ്ധ ഉണ്ടാക്കാൻ ഒരാൾ നടത്തിയ ഗൂഢാലോചനയാണ്. പക്ഷെ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം UDF ഭരിക്കുന്ന കാലത്ത് നിങ്ങളും ഞാനും ഒക്കെ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ ഈ വിഷയങ്ങൾ. UDF ഭരിക്കുന്ന കാലത്ത് എന്തായിരുന്നു കേരളത്തിലെ സ്ഥിതി? ഈ 10 വർഷക്കാലത്തിനിടെ കേരളത്തിൽ മതകലാപങ്ങളുണ്ടായോ? വർഗീയമായ എന്തെങ്കിലും സംഘർഷങ്ങളുണ്ടായോ? അതില്ലാതിരിക്കുന്ന എന്താണ്? മൈത്രിയുടെ ഒരു വലിയ സന്ദേശം. വിശാലമായ കോർപ്പറേഷൻ പിടിക്കുന്നത് മൈത്രിയുടെ സന്ദേശമാണോ KT? ഏതേ
BJP നമ്മുടെ തലസ്ഥാനത്ത് പിടിക്കുകയും അവിടെ മേയർ ആവുകയും ചെയ്യുന്നത് മൈത്രി സന്ദേശമാണോ? അത് നിഷാദെ, ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വന്ന് അതിന്റെ ഒരു സൂക്ഷ്മാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കിതൊന്നും പറയാൻ പറ്റില്ല. കാരണം എങ്ങനെയാണ് പൊതുബോധത്തെ ഹൈജാക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ വളരെ വളരെ ഗൗരവത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ്. എങ്ങനെയാണ് BJPക്ക് അനുകൂലമായ ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെടുന്നത്, എങ്ങനെയാണ് വോട്ടർമാരെ അവർ ഹൈജാക്ക് ചെയ്യുന്നത്? ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് വിദ്വേഷ പ്രചാരണത്തിലൂടെയാണ് KT കുഞ്ഞിക്കണ്ണൻ. ആ വിദ്വേഷ പ്രചാരകരെ പൂട്ടാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല, അതാണ് കാര്യം. അല്ല, വിദ്വേഷ പ്രചാരകരെ പൂട്ടാൻ ഈ സർക്കാരിന് എന്തെങ്കിലും പരിമിതി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ ഇവിടെ കാണുന്നത് പൊതുബോധത്തെ നമ്മൾ എന്താണ് അങ്ങനെ സർവ്വസമ്മതമായ ഒരു വളരെ വളരെ ശരിയായ ഒരു തീരുമാനമായിട്ട് കാണാൻ പാടില്ല. പൊതുബോധത്തെ ഹൈജാക്കപ്പെടും. ആ അർത്ഥത്തിലാണ് അനൂപിന് അത് മനസ്സിലാകാത്തതുകൊണ്ടാണ്. ആ അർത്ഥത്തിലാണ് ഈ ശബരിമല പ്രശ്നത്തെ വിശ്വാസികളെ ഇളക്കിയെടുക്കാനുള്ള വൈകാരികമായ ഒന്നായിട്ട് ഉന്നയിക്കുകയാണ്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, താങ്കൾ ആ പറയുന്നതിനോട് അനുബന്ധമായിട്ടാണ് ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു വന്നത്. അത് UDF ചെയ്യുന്ന ഒരു കാര്യമായി നിങ്ങൾ ആരോപിക്കുമ്പോൾ തന്നെ LDF ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് താങ്കൾക്ക് ഉറപ്പിച്ചു പറഞ്ഞുകൂടെ? അതായത് പാർട്ടിയുടെ ഈ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവിനെ ഈ കേസിൽ പിടിച്ച് ജയിലിലിടുന്നു, അദ്ദേഹത്തിന് ഇപ്പോഴും ജാമ്യം കിട്ടുന്നില്ല എന്ന സ്ഥിതി വരുമ്പോൾ അതൊന്ന് ആലോചിച്ച അക്കാര്യത്തിൽ ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു നടപടി പാർട്ടിക്കുള്ളിൽ നിന്നും ഉണ്ടാകേണ്ടതല്ലേ? അത് ജനങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ശ്രീ കുഞ്ഞിക്കണ്ണൻ? അല്ല, ഈ കേസിൽ പ്രതികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള കൃത്യമായ നടപടി എടുത്തിട്ടുണ്ട്. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഇനി പാർട്ടി എന്ന നിലക്ക് നടപടി എടുക്കണം. ആ കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ട പ്രശ്നമാണ്. തീർച്ചയായിട്ടും ഈ ജനവിധിയുടെ ഒരു പശ്ചാത്തലത്തിൽ ഈ കാര്യങ്ങളെല്ലാം പാർട്ടി സൂക്ഷ്മതലത്തിൽ പരിശോധിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ അതിവിടെ വ്യക്തമാക്കി കഴിഞ്ഞു. ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു ചർച്ചയിൽ വന്ന അഭിപ്രായം പറയേണ്ട ഒരു വക്താവല്ല ഞാൻ. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോടാണ് നിങ്ങൾ ആ കാര്യം ചോദിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു അനൂപ്, ഈ തെരഞ്ഞെടുപ്പിൽ സമീപകാലത്ത് UDFന് വലിയ വിക്ടറീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം നിങ്ങൾ പുതിയ ക്യാപ്റ്റനെ വാനോളം പാടിപ്പോഴുന്ന കണ്ടു, ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് സതീശൻ എന്നൊക്കെ. ഈ തെരഞ്ഞെടുപ്പിന്റെയും മുഖ്യ എന്താണ് ക്രെഡിറ്റ് എന്നുള്ളത് ഓപ്പോസിഷൻ ലീഡർക്കുള്ളതാണോ? സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിനെ ക്രെഡിറ്റുണ്ട്, KPCC പ്രസിഡന്റ് ക്രെഡിറ്റുണ്ട്, ഹൈക്കമാൻഡ് ഭാഗത്തു നിന്നുള്ള നേതാവ് KC വേണുഗോപാലിനെ ക്രെഡിറ്റുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് താങ്കൾ മനസ്സിലാക്കേണ്ടത് മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇപ്പോൾ ഇല്ലെങ്കിൽ ഒരിക്കലും ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് കോൺഗ്രസിന്റെ മുകളിൽ ലീഡർഷിപ്പ് മുതൽ താഴെ തട്ടിൽ മണ്ഡലത്തിലും ബൂത്തിലെ പ്രവർത്തകർ പോലും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണെന്നേ. കോൺഗ്രസിൽ മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് റിബൽ ശല്യമില്ല. പണ്ട് കോൺഗ്രസ് സംഭവിക്കാറുള്ളത് എന്താ, ചില വാർഡുകളിൽ മത്സരിക്കാൻ ആളില്ല, ജയസാധ്യതയുള്ളടത്ത് 5-6 ആളുകൾ ഉണ്ടാവും. ഇത്തവണ അത്തരം ഒരു സാഹചര്യം ഉണ്ടായിട്ടേ ഇല്ല. ഇവിടെ തൃശ്ശൂരൊക്കെ അങ്ങനെ പ്രശ്നങ്ങൾ ഇല്ലേ എന്നൊക്കെ ചോദിച്ച മുൻ സമയങ്ങളിൽ മീഡിയ വണ്ണിന്റെ ഫ്ലോറിൽ തന്നെ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷനൊക്കെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുകയാണ്. പിന്നെ ഇവിടെ KT കുഞ്ഞിക്കണ്ണൻ സഖാവ് പറഞ്ഞൊരു കാര്യം, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ശരിയാക്കി മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്ന്. ഹിന്ദുത്വ പൊതുബോധ നിർമ്മിതിയെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുമ്പോൾ ഈ പൊതുബോധത്തിന് വലിയ സാധ്യത കൊടുത്തത് ആരാണെന്നേ, ഈ പൊതുബോധത്തിന് വലിയ മാന്യത നേടിക്കൊടുത്തത് ആരാ? ഈ തുടർച്ചയായി വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്ന വെള്ളാപ്പള്ളി നടേശന്റെ നാവിന് സരസ്വതി വരപ്രസാദമുള്ള നാവ് എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ അംഗീകാരം കൊടുക്കുകയാണെന്നേ. ഈ വെള്ളാപ്പള്ളി നടേശന് ഇവർ കൊടുക്കുന്ന പിന്തുണയുടെ ഫലമായി CPMന്റെ വോട്ടുകൾ പോലും സംഘപരിവാർ കൂടാരത്തിലേക്ക് പോവുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ആവർത്തിക്കുകയാണ്. CPMനകത്ത് ഇങ്ങനെ ഒരുപാട് വോട്ടുകൾ സംഘപരിവാർ കൂടാരത്തിന്റെ പാളയത്തിലേക്ക് എത്തുന്ന പ്രവർത്തനം ഇവർ എടുക്കുന്നു. അതിന് ഒരു കൗണ്ടറായി CPMനകത്ത് തന്നെയുള്ള മതേതര പക്ഷത്തുള്ള വോട്ടുകൾ ഞങ്ങളിലേക്ക് വരുന്നുണ്ടേ. ഇവിടെ വളരെ കൃത്യമാണ് കാര്യങ്ങൾ. ഇത് കേരളം വെള്ളാപ്പള്ളി നടേശന്റെ വാർഡിന്റെ വിഷയമൊക്കെ വളരെ വ്യക്തമല്ല. ഇപ്പൊ കൊല്ലം കോർപ്പറേഷൻ SNDP യോഗത്തിന്റെയും SN ട്രസ്റ്റിന്റെയും ആസ്ഥാനത്ത് കൊല്ലം കോർപ്പറേഷനിൽ UDF തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലൊരു ഈഴവ ജനസാമാന്യത്തിന് പിന്തുണയിലാണ് സാധ്യമാകുക. ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ സമം ഈഴവ സമുദായം എന്നൊരു സമവാക്യത്തിലേക്ക് എത്തണ്ട. അത് ഇനിയെങ്കിലും LDF മനസ്സിലാക്കണമെന്നാ. പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞു ബാബറി മസ്ജിദൊക്കെ ആയിട്ട് ശബരിമലയെ സമീകരിക്കുന്നതിൽ വലിയ അപകടമുണ്ട്. ബാബറി മസ്ജിദിന്റെ സ്ഥാനത്ത് രാമക്ഷേത്രം നിർമ്മിക്കുന്നത് പോലെ ശബരിമല പ്രശ്നത്തെ ഞങ്ങൾ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ ശബരിമല സ്ഥിതി വ്യത്യസ്തമാണ്. ശബരിമല ഒരു വിശ്വാസത്തിന്റെ മാത്രമല്ല കേരളത്തിന്റെ ഒരു മതേതര സംസ്കാരത്തിന്റെ കൂടി ഭാഗമല്ലേ. ബാബർ സന്നിധാനം, ബാബർ സമേതനായി ശബരിമല ശാസ്ത്രാവായ ശ്രീ അയ്യപ്പസ്വാമി ഇരിക്കുന്ന സ്ഥലത്തേക്ക് യോഗി ആദിത്യനാഥിന് സന്ദേശം വായിച്ചത് ഞങ്ങളാണോ? നിങ്ങളല്ലേ? അപ്പൊ ശ്രീരാമ ജന്മഭൂമിയുടെ രാഷ്ട്രീയത്തെ ശബരിമലയിലേക്ക് കൊണ്ടുവരുന്ന ആരാ? കുഞ്ഞിക്കണ്ണന്റെ പാർട്ടിയാണ്, അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് ചെയ്യുന്നത്, ഞങ്ങളല്ല. അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിന്റെ ശബരിമലയിൽ എന്താ കാര്യം? ഇവിടെ ഏറ്റവും കൂടുതൽ ഭക്തന്മാർ വരുന്നത് തമിഴ്നാട്ടിലാണ്, കർണാടകയില, ആന്ധ്രയില, നോർത്ത് ഇന്ത്യയിൽ നോക്കിയാൽ മഹാരാഷ്ട്രയില, UPയിൽ നിന്ന് പറ്റമായി ശബരിമലയിലേക്ക് തീർത്ഥാടകർ വരുന്നുണ്ടോ?
അപ്പൊ അവിടെ യോഗി ആദിത്യനാഥിനെ കൊണ്ടുവരുമ്പോ അതിനകത്ത് യോഗി ആദിത്യനാഥിനുള്ള ഏക യോഗ്യത എന്ന് പറയുന്നത്, അധിക യോഗ്യത എന്ന് പറയുന്നത് RSSന്റെ മുഖ്യമന്ത്രിയാണെന്നാ. മോദിയേക്കാൾ കൂടുതൽ RSS പ്രിഫർ ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ തീവ്ര ഹിന്ദുത്വത്തിന്റെ പ്രധാനമായ ഒരു മനുഷ്യനെ ശബരിമലയിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നത് കൊടുക്കുന്ന രാഷ്ട്രീയ സൂചന എന്താ? Yes, അതിനുള്ള തിരിച്ചടി